ദൈവവചനം ശക്തിയാണ്. ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ആ ദൈവവചനം പകർത്തി എഴുതിയ ഒരുപാട് പേരുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ. ആ ശക്തി അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്തു. അവരുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ബൈബിൾ എഴുതാൻ തീരുമാനിച്ചത് എനിക്ക് എൻ്റെ 2 മക്കളാണ്. അതിൽ മൂത്ത മകൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അതേ തുടർന്ന് എനിക്ക് ഒരുപാട് അസ്വസ്ഥതകളായിരുന്നു. എന്താ പറയുക, എങ്ങനെ ജീവിക്കണോ വേണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഒരുപാട് അസുഖങ്ങളും അതേ തുടർന്ന് ഒരുപാട് അസുഖങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഞാനങ്ങ് ദൈവത്തെ കൂടുതൽ വിളിക്കുമായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ വചനമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ വചനം എടുത്താലും വചനം പ്രഘോഷിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു കിട്ടുന്നത്. അപ്പം ഞാൻ ഓർത്തു, വചനം എങ്ങും ചെന്ന് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ലല്ലോ, എന്നാൽ ഞാൻ വചനം എഴുതിയാലും മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വചനം എഴുതാൻ തുടങ്ങി. എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി. വൈഫിന്, എനിക്ക്, മോൻ അച്ഛനാണ്. അവൻ ഇടത്തുവായിലും അസിസ്റ്റൻ്റ് വികാരി എല്ലാം ഇരുന്നിട്ടുള്ള, ഇപ്പം പുല്ലൂർ നെല്ലിപ്പള്ളിയിലെ വികാരിയാണ്. അങ്ങനെ അവന് കൈക്ക് ഒടിവ്, വൈഫിന് കാലൊടിവും എല്ലാം 3 കമ്പി ഇട്ടിട്ടുണ്ട് വൈഫിന്. 1 മാസത്തോളം ചിത്തിപ്പുഴയിലും 1 മാസം മഹാജൂബിലി ഇടത്തുവായിലും കിടന്നതാണ്. അവർക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, കുർബാനയ്ക്ക് പോകണമെന്ന്. ആ സമയത്ത് ഞാൻ ഈ ബൈബിൾ അവിടെ പോയിരുന്ന് എഴുതും. 8 മാസം കൊണ്ട് ഞാൻ എഴുതി തീർത്തു. അതിനിടയ്ക്ക് 3-4 മാസം എനിക്ക് എഴുതാൻ പറ്റിയില്ല. 12 മണിക്കൂർ ഞാൻ തുടർച്ചയായിട്ട് ബൈബിൾ എഴുതുമായിരുന്നു. തീർച്ചയായിട്ടും ഭയങ്കര ഒരു അനുഗ്രഹമാണ്. മീൻസ് നമ്മൾക്കിപ്പോൾ ഞാൻ അന്ന് എഴുതിയപ്പോൾ വിചാരിച്ചിരുന്നില്ല ഇത് തീരുമെന്ന്. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എഴുതാൻ തുടങ്ങി. അനിയൻ വീട്ടിൽ വരുമ്പം കൃഷ്ണമണിയുടെ ചലിക്കാതെ വന്നത്. ഇപ്പോൾ അവനൊരു 60-70% ഓക്കെ ആയിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലധികം നന്മകളെ കൊണ്ട് ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. നമ്മൾ എന്തെല്ലാം ചെയ്താലും കിട്ടുന്നതിലും വലിയൊരു സന്തോഷം ഈ ദൈവവചനം കൈകാര്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. 1.5 വർഷം കൊണ്ട് എനിക്ക് ബൈബിൾ മലയാളവും ഇംഗ്ലീഷും എഴുതാൻ സാധിച്ചു. ഒരു പുള്ളിക്കാരത്തിയുടെ മോൻ ഒരു സെമിനാരി വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിയോഗം വെച്ച് ഞങ്ങൾ എഴുതുക. ഇത്ര എനിക്ക് എഴുതാൻ പറ്റിയല്ലോ, എങ്ങനെയാണ് എൻ്റെ കർത്താവ് എനിക്കിത് എഴുതാൻ പറ്റിയെന്ന് എനിക്കൊരു ഭയങ്കര ഇതായിരുന്നു. പിന്നെ എഴുതി കഴിഞ്ഞപ്പം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു വന്നൊരു ഇതായി, എനിക്ക് നല്ല ബോധ്യം ഉണ്ടായി. ഇത് എഴുതി തീർക്കാൻ ഞാൻ കുറേ ത്യാഗങ്ങൾ സഹിച്ചാണ് എഴുതിയത്. ഇനി ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ അനുഭവിക്കുകയാണിപ്പോൾ. പക്ഷേ എനിക്ക് ഒരു പേപ്പറിന് ഒരു പേനയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് ഞാനിത് ദൈവം എനിക്കിത് എഴുതി തീർക്കാൻ സംഭവിച്ചു. എനിക്ക് ബൈബിള് ഹൃദയസ്ഥമാക്കണം. അതിനകത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അത് മാത്രമേ ഉള്ളൂ. മലയാളം ബൈബിൾ എഴുതാൻ വേണ്ടി 1 വർഷം 8 മാസം എടുത്തു. ഇംഗ്ലീഷ് ബൈബിൾ എഴുതാൻ വേണ്ടി 1 വർഷം 6 മാസം എടുത്തു. ഇപ്പോൾ ഹിന്ദി ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തമിഴ് എഴുതാണ്ട് വളരെ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ബൈബിൾ മേടിച്ച് വെച്ചിരിക്കുന്നു. ഇനി അത് അക്ഷരം പഠിച്ചിട്ട് എഴുതണം. 2 പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് എഴുതാൻ എന്നെ കൊണ്ട് സാധിക്കും. എഴുതുന്നതാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എപ്പോഴും. എനിക്ക് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കീമോയുടെ സമയത്തൊക്കെ എനിക്കിത് എഴുതുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് കിടക്കുമ്പോഴും ഞാൻ പോയിരുന്ന് എഴുതും. എനിക്ക് ടെന്നീസ് എൽബോ ഉണ്ട്, ഒരേ പൊസിഷനിൽ കൈ പിടിച്ച് ചെയ്യുമ്പോൾ വേദനയുണ്ട്. പക്ഷേ എഴുതാനിരുന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി. 3ാമതായി ഒരു ബൈബിൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. 3 മാസം കൊണ്ട് ഞാൻ ബൈബിൾ പൂർത്തിയാക്കി. ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ക്ലിയറായി. എനിക്ക് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സ്വല്പ സമയം കിട്ടിയത് ഇത് എഴുതണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. ഈ പുതിയ നിയമം ഒന്ന് എഴുതി തുടങ്ങാം, അപ്പം നമ്മൾ എല്ലാം ഒന്ന് വായിച്ചു പോകുമല്ലോ. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. രാത്രി 12 മണി വരെയൊക്കെ എഴുതും. ഇപ്പോൾ 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ ഇരുന്ന് എഴുതാറുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു 3 മണി മുതലൊക്കെ ഒരു 7 മണി വരെയൊക്കെ ഇരുന്ന് ബൈബിൾ എഴുതും. വിരുന്നിന് പോകുന്ന വീടുകളിലെല്ലാം ഞാൻ എൻ്റെ ബൈബിളും കൊണ്ടുപോയി. എവിടെയൊക്കെ പോയോ ആ വീടുകളിലെല്ലാം സമർപ്പിച്ച് അവരറിയാതെ ഞാൻ ബൈബിൾ എഴുതി. ഞാൻ അതുകൊണ്ട് ജൂലൈ 3-ാം തീയതിയാണ് എഴുതാൻ തുടങ്ങിയത്. ദുഃഖാന തിരുനാളിന് 5 മാസം കൊണ്ട് എഴുതി തീർക്കാൻ സാധിക്കും. ഡിസംബർ മാസം, ഈ 2024 ഡിസംബർ മാസം 3-ാം തീയതി ഞാൻ എഴുതി കഴിഞ്ഞു. ദൈവവചനം ഒരു ശക്തി തന്നെയാണ്. അത് പകർത്തി എഴുതുക എന്നത് വലിയ അനുഗ്രഹവും. ഇന്നിവിടെ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതിയ ബൈബിളുമായിട്ട് എത്തിയ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെ അതിജീവിച്ചവരാണ്. പ്രായത്തെ, രോഗത്തെ, ജീവിത സാഹചര്യങ്ങളെ, ഭാഷയെ ഈ ബൈബിൾ എഴുതി സ്വന്തം കൈപ്പടയിൽ ഈ ബൈബിളുമായിട്ട് നിൽക്കുന്ന ഇവരോരോരുത്തരും നമുക്ക് മാതൃകയാകുകയാണ്.